നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. (2026) കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട വികസനം, കെ-റെയിലിന് അനുമതി, റബ്ബറിൻ്റെ താങ്ങുവില വർധന തുടങ്ങിയവയെല്ലാം കേരളം പ്രതീക്ഷിക്കുന്നു. ശബരി റെയിൽവേ പദ്ധതിക്ക് ഈ ബഡ്ജറ്റിലെങ്കിലും പച്ചക്കൊടി കാട്ടുമെന്നും മതിയായ തുക അനുവദിക്കുമെന്നും വലിയ പ്രതീക്ഷയുണ്ട്. കേരളത്തിൻ്റെ കാലങ്ങളായുള്ള ആവശ്യമാണ് ഒരു എയിംസ്. കോഴിക്കോട് ഇതിനായി സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായാൽ മാത്രമേ പദ്ധതി യാഥാർത്ഥ്യമാകൂ. ഇത്തവണയും കേരളം വെറും കാഴ്ചക്കാരായി മാറുമോ, അതോ അർഹമായ വിഹിതം ചോദിച്ചു വാങ്ങാൻ നമ്മുടെ പ്രതിനിധികൾക്ക് കഴിയുമോ? രാഷ്ട്രീയ പോരിനിടയിൽ കേരളത്തിൻ്റെ വികസനം ബലികഴിക്കപ്പെടുകയാണോ? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം CPM-ൽ നിന്ന് ജെയ്ക് സി തോമസ്, കോൺഗ്രസിൽ നിന്ന് പ്രൊഫസർ റോണി കെ ബേബി, സാമ്പത്തിക വിദഗ്ധരായ ഡോക്ടർ ജോ സെബാസ്റ്റ്യൻ, ഡോക്ടർ N അജിത് കുമാർ എന്നിവർ. ആദ്യം പ്രൊഫസർ റോണി കെ ബേബി, UDF സർക്കാരിൻ്റെ കാലത്തും കേന്ദ്രവിഹിതം കുറയുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കേരളം നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിൽ കേരളത്തിലെ MP-മാർ പരാജയപ്പെട്ടോ? അങ്ങനെ ഒരു ആരോപണം വസ്തുതാവിരുദ്ധമാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള UDF-ന്റെ MP-മാര് അവരാൽ കഴിയുന്ന വിധം കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തം നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരള നിയമസഭയുടെ ഏതാനും തവണ മുൻപുണ്ടായിരുന്ന യോഗത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ നിന്നുള്ള UDF MP-മാരുടെ ഇടപെടൽ, പ്രത്യേകിച്ചും കേരളം സാമൂഹിക മേഖലകളിൽ നടത്തിയ മുന്നേറ്റം, എന്നാൽ അതിന് ആനുപാതികമായിട്ട് നമുക്ക് പ്ലാൻ ഫണ്ടിൽ നിന്നും അങ്ങനെയുള്ള ഇതിൽ നിന്നും കേരളത്തിനുള്ള ഫണ്ട് വെട്ടിച്ചുരുക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അതിശക്തമായ ഒരു പ്രതിഷേധം UDF MP-മാര് പാർലമെന്റിലെ ലോക്സഭയിൽ ഉയർത്തിയപ്പോൾ അതിന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ ഒരു തവണ നിയമസഭയിൽ അഭിനന്ദിച്ചത് ഞാനിവിടെ ഓർക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു വയനാടിലെ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു ദുരിതാശ്വാസ പാക്കേജ് അനുവദിക്കണം, അല്ല കേരളത്തിന് അർഹമായ സഹായം നൽകണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അനുഭാവപൂർണമായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടായില്ല. പക്ഷെ നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധി MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ജൂലൈ മാസത്തിൽ ആ വിഷയം അതിശക്തമായി ലോക്സഭയിൽ ഉന്നയിക്കുകയും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള MP-മാർ, അതിനകത്ത് ഇടതുപക്ഷത്തിന്റെ MP-മാരും അതിന്റെ അകത്ത് പങ്കെടുത്തു. അവരൊറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിന് മുമ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ, അമിത്ഷാ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വായ്പയായിട്ടാണെങ്കിൽ പോലും നമുക്ക് എന്തൊരു ശക്തമായ പ്രതിഷേധമുണ്ട്. വായ്പയായിട്ടല്ല നമുക്ക് സഹായം നൽകേണ്ടത്. ഇതുപോലെ വലിയൊരു പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ മറ്റ് ബീഹാർ പോലെ ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കേന്ദ്ര സർക്കാർ നൽകിയപ്പോൾ നമുക്ക് വായ്പ ഇനത്തിൽ പെടുത്തിക്കൊണ്ട് നമുക്ക് ആ തുക നൽകി കേന്ദ്ര സർക്കാർ നൽകി. അപ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങളുടെ മേൽ ഒരിക്കലും നിഷേധാത്മകമായ സമീപനം UDF-ന്റെ MP-മാർ സ്വീകരിച്ചിട്ടില്ല. പിന്നെ ഇടതുപക്ഷം പ്രചരിപ്പിക്കുന്നത് പോലെ, CPM പ്രചരിപ്പിക്കുന്ന പോലെ അവർ പറയുന്നത് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല, ഒരു ഇടപെടലും ഇവർ നടത്തുന്നില്ല. അത് അവരുടെ രാഷ്ട്രീയമാണ്. അവരുടെ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ്, ഇടതുപക്ഷത്തിന്റെ ഭരണത്തില് കേരളത്തിലെ സാമ്പത്തിക മേഖലയിൽ അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ, അതിന്റെ വീഴ്ചകൾ മൊത്തം മറച്ചു വെക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിരന്തരം കേരളത്തെ അവഗണിക്കുന്നു, കേരളത്തെ പീഡിപ്പിക്കുന്നു. അതിനകത്ത് ഭാഗികമായി സത്യമുണ്ട്. പൂർണ്ണമായും ഇടതുപക്ഷം പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കേരളത്തോട് ഒരു പ്രത്യേക ചിറ്റമ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നുണ്ട് എന്നതിന്റെ കാര്യത്തിൽ തർക്കമില്ല. കാരണം നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ നയങ്ങൾ, അതിന്റെ എല്ലാം ഏറ്റവും വലിയ ഇരയായി മാറുന്നത് കേരളമാണ്. നേരത്തെ UPA സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ, കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്ന കാലത്തിൽ നമുക്കറിയാം, ഈ സാമൂഹ്യ മേഖലകളിൽ കൈവരിക്കുന്ന മുന്നേറ്റം,
അത് വിദ്യാഭ്യാസമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, അങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ വലിയ മുന്നേറ്റം കൈവരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമായിരുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്കറിയാം, പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ അതിന്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ ഇങ്ങനെ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ സംസ്ഥാനങ്ങൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മുന്നേറ്റം നടത്തിയ സംസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷെ നമുക്കിപ്പോൾ അറിയാം, ഇപ്പോൾ BJP സർക്കാർ ഈ പുതിയ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകൾ പ്രകാരം ഇങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനങ്ങളോട് അവർക്കുള്ള ഫണ്ടുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ബീഹാർ പോലെ, ഉത്തർപ്രദേശ് പോലെ BJPക്ക് സ്വാധീനമുള്ള, മുൻതൂക്കമുള്ള സ്ഥലങ്ങളിൽ അവരെ ഇത്രയും കാലം ഇങ്ങനെയുള്ള സാമൂഹിക മേഖലകളിൽ അവർക്ക് മുന്നേറാനും കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവരെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയാണ്, അവരിലേക്ക് കൂടുതൽ ഫണ്ടുകൾ വകമാറ്റി കൊടുത്തുകൊണ്ട്. അങ്ങനെ ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. അതുപോലെ തന്നെ കടമെടുപ്പ് പരിധി, അത് വളരെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമാണ്. കേരളത്തിന്റെ കടമെടുപ്പ് പരിധി ഇവിടെ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുന്നത്. അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ന്യായങ്ങളുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ പറയുന്നു കേരളത്തോട് വിവേചനം കാണിക്കുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ കിഫ്ബി പോലുള്ള കാര്യങ്ങൾ ബജറ്റ് പരിധിക്ക് പുറത്തു നിന്നും കടമെടുത്തത് കൊണ്ടാണ് നമ്മുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. ഒട്ടനവധിയായ, ഇത് ഒരു 2 മിനിറ്റ് കൊണ്ട് സംസാരിച്ചാൽ തീരുന്നതല്ല, ഒട്ടനവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് ഈ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധവുമായി ബന്ധപ്പെട്ട്. ശരി, അതിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വരാം. ഞാൻ ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, കേരളത്തിൻ്റെ നികുതി വിഹിതം കുറയുന്നു എന്നത് വാസ്തവമല്ലേ? ഇത് ഫെഡറൽ സംവിധാനത്തിന് ഒരു വെല്ലുവിളിയല്ലേ? അതായത് നികുതി വിഹിതം കുറയുന്നുണ്ട്, അത് യാതൊരു സംശയവുമില്ല. നമ്മുടെ 10ാം ധനകാര്യ കമ്മീഷനും നമ്മുടെ 15ാം ധനകാര്യ കമ്മീഷനും കൂടെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഇടിവുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ മാത്രം ഇത് ഒരു കേരളത്തോടൊരു തിരിച്ചു വ്യത്യാസം കാണിക്കുന്നു എന്ന് പറയാനാകുന്നു. കാരണം ഈ ഫെഡറലിസത്തിൻ്റെ ലോജിക്ക്, അതിൻ്റെ യുക്തി എന്ന് പറയുന്നത് ഈ വികസിതമായ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിഭവങ്ങൾ സമാഹരിച്ച് അവികസിതമായ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് ഹിന്ദുവിൽ വന്ന 15ാം ധനകാര്യ കമ്മീഷന്റെ ഈ എങ്ങനെയാണ് ഇത് വിതരണം നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഹിന്ദുവിൽ വന്ന ഒരു ലേഖനത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കേരളത്തിൽ നിന്ന് 100 രൂപ കേന്ദ്രം സമാഹരിക്കുമ്പോൾ, അതായത് ഫെഡറലിസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിൽ സമാഹരിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് 57 പൈസ മാത്രമേ ഉള്ളൂ. തമിഴ്നാടിന്റെ കാര്യത്തിൽ അത് 100 രൂപ സമാഹരിക്കുമ്പോൾ 29 രൂപ മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ. ഇത് കർണാടകത്തിന്റെ കാര്യത്തിലാകുമ്പോൾ 15 രൂപയോ തിരിച്ചു വരുന്നുള്ളൂ. നേരെ മറിച്ച് ബീഹാറിൽ നിന്ന് 100 രൂപ സമാഹരിക്കുമ്പോൾ ബീഹാറിനെ സംബന്ധിച്ച് 176 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. UPയെ സംബന്ധിച്ച് 273 രൂപ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാദത്തിന് വലിയ അർത്ഥമില്ല. കാരണം നമുക്ക് മഹാരാഷ്ട്രയുടെ കാര്യമെടുക്കാം. ഏറ്റവും വികസിതമായ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. GSTയിൽ നിന്നും എക്സൈസിൽ നിന്നും അടക്കം ഒരുപാട് മേഖലകളിൽ നിന്ന് കേന്ദ്ര സർക്കാർ നികുതി സമാഹരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. കാരണം മഹാരാഷ്ട്ര ഒരു ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. പക്ഷേ മഹാരാഷ്ട്രയിൽ നിന്ന് 100 രൂപ സമാഹരിക്കുമ്പോൾ വെറും 8 രൂപ മാത്രമാണ് തിരികെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ വാദമല്ല വേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുറേ വർഷങ്ങളായി, ഏകദേശം 50-60 വർഷമായി തുടരുന്ന നമ്മുടെ ഈ മുന്നണി രാഷ്ട്രീയം തനത് വിഭവ സമാഹരണത്തിൽ ഭയങ്കരമായി പരാജയം. ഏകദേശം 60% വരുന്ന തനത് വരുമാനം സമാഹരിക്കുന്നത് എവിടെ നിന്നാണ്? മദ്യം, ഭാഗ്യക്കുറി, പെട്രോൾ, പിന്നെ മോട്ടോർ വാഹനങ്ങൾ. ഈ 4 ഇനങ്ങളിൽ നിന്നാണ് നമ്മുടെ 60% വരുന്ന തനത് വരുമാനം സമാഹരിക്കുന്നത്. അപ്പോൾ ഈ തനത് വരുമാനം കൂടുതൽ സമാഹരിച്ച് ഈ കേന്ദ്രത്തെ ഏതു നേരവും ആശ്രയിക്കുന്നതിന് പകരം സ്വന്തം കാലിൽ നിൽക്കുന്നതിനുള്ള ഒരു ശ്രമം കേരളം ഒരു കാലത്തും എടുത്തില്ല. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയമല്ല നമ്മുടെ ഇവിടെ ഉയർന്നു വന്നത്. നമ്മുടെ ഇവിടെ
ഇടതും വലുതുമായ മുന്നണികൾ എല്ലാ കാലവും പറഞ്ഞു വരുന്നത് കേരളം എല്ലാ കാര്യത്തിലും വളരെ മുന്നിലാണ്, നമ്മൾ വളരെയധികം വികസനം നേടിക്കഴിഞ്ഞു, നമ്മുടെ ബിസിനസ് ഫ്രണ്ട്ലിയാണ്, അങ്ങനെ ഒരുപാട് വലിയ കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ പിച്ചച്ചട്ടിയുമായിട്ട് കേന്ദ്രത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതായത് ഞങ്ങൾക്ക് നികുതി പിരിക്കാനുള്ള സാധ്യതകളുണ്ട്, അല്ല ഞങ്ങൾ അതിന് ശ്രമിക്കാമെന്നല്ല പറയുന്നത്. ഒന്ന് ഓർക്കണം, ഇന്ത്യയിൽ പ്രതിശീർഷ ചിലവിൽ, അതായത് പെർ ക്യാപിറ്റ കൺസ്യൂമർ എക്സ്പെൻഡിച്ചറിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2022-23 ദേശീയ സാമ്പിൾ സർവേയുടെ ഡേറ്റ കാണിക്കുന്ന അതാണ്. 1ാം സ്ഥാനത്താണ് ഉപഭോഗത്തിൽ. പക്ഷേ നമ്മൾ വിഭവങ്ങൾ സമാഹരിക്കുന്നത് 60% ഈ 4 ഇനങ്ങളിൽ നിന്നാണ്. അപ്പോൾ കേന്ദ്രത്തെ ഇങ്ങനെ കുറ്റം പറയുന്നതിന് പകരം തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണം. പക്ഷെ അവിടെയും ഓർക്കണം, എല്ലാ സംസ്ഥാനങ്ങളും ഇതുപോലെ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രാദേശിക തലത്തിൽ വിഭവങ്ങൾ സമാഹരിക്കുന്ന അത്രയും കുറച്ച് മതി, കൂടുതലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് നമ്മുടെ ജനപ്രിയതയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന മുന്നണി രാഷ്ട്രീയമാണ് കേരളത്തെ ഈ സ്ഥിതിയിൽ എത്തിച്ചത്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ എൻ അജിത് കുമാർ, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേരളം അവഗണിക്കപ്പെടുന്നുവെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ദേശീയപാത വികസനത്തിനും വിഴിഞ്ഞം പദ്ധതിക്കും കേന്ദ്രം നൽകുന്ന വൻതോതിലുള്ള ഫണ്ട് എന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല? തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാര്യത്തിൽ കേരളത്തിന് ഒരു പരാതിയുമില്ല. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ഡെവലപ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ കേന്ദ്രത്തിൽ നമുക്ക് ഫണ്ട് കിട്ടുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇത്തിരി പിന്നിൽ തന്നെയാണ്. അതാണ് വേറൊരു പ്രശ്നം പറഞ്ഞാൽ, ഒരു കാലത്ത് നമ്മളെ എക്സ്പെൻഡിച്ചറിന്റെ ഒരു സിംഹഭാഗം, അതായത് 75% കേന്ദ്രവും 25% കേരളവും വഹിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ആ പ്രിൻസിപ്പിൾ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ 60-40 ഇപ്പൊ തന്നെ പുതുതായിട്ട് ഈ മഹാത്മാഗാന്ധി റൂറൽ ഡെവലപ്മെന്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ഘടന തന്നെ മാറ്റി. 100 ദിവസം മുതൽ 125 ദിവസം വരെ കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ തന്നെ അറിയാം. PRG റാംജി എന്നുള്ള പുതിയൊരു സ്കീം വന്നിട്ട് അതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ അവിടെ 60% മാത്രമേ കേന്ദ്ര വീതമുള്ളൂ, 40% കേരള വീതം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന പോയിന്റ് എന്താണെന്ന് സാർ പറഞ്ഞതിനെ ഞാൻ തുടർച്ചയായിട്ട് പറയാണ്. ഇനി വിഭവ സമാഹരണം കേരളത്തിൽ നടത്തേണ്ടത് അനിവാര്യമാണ്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും കേരള സർക്കാർ കുറച്ചും കൂടി കാര്യക്ഷമമാവണം. ഫിനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് എന്നുള്ളൊരു വേർഡൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. പക്ഷേ നമുക്ക് പിരിച്ചു കിട്ടാനുള്ളത് നമ്മൾ ശരിക്കെടുത്ത് നോക്കിയാൽ ഈ GSTയിൽ തന്നെ നമുക്ക് പിരിച്ചു കിട്ടാനുള്ള തുക നാം എടുത്തു നോക്കിയാൽ അതിലുള്ള ആ ഒരു പോർഷൻ കിട്ടിയാൽ തന്നെ നമ്മുടെ തനത് വരുമാനം വർദ്ധിക്കും. ഫിനാൻസ് കമ്മീഷൻസ്, ഓരോ ഫിനാൻസ് കമ്മീഷനും കേരളത്തെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂനത പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ, വല്ലാതെ കേരളം എന്താ പറഞ്ഞ നികുതി വരുമാനത്തെ ആശ്രയിക്കുന്നു. നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാനായി ഇവിടെ ഒരു പദ്ധതിയും ആവിഷ്കരിക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിന് നമുക്ക് സർക്കാരിനെയും കുറ്റം പറയാൻ പറ്റാത്ത അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ, ഈ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ നോക്കിയാൽ അത് വേറെ പ്രശ്നങ്ങൾക്ക്, കാരണം നമ്മൾ ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അങ്ങനത്തെ ഓരോന്നേക്ക് വരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഡോക്ടർ തോമസ് ഐസക് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് പുഴകളിൽ നിന്ന് മണ്ണെടുത്തിട്ട് അതിൽ നിന്ന് ഒരു 15 മുതൽ 20 കോടി രൂപ വരുമാനം വരുത്താൻ പറ്റുമെന്ന് അദ്ദേഹം അത് കൊണ്ടുവരികയും അതിനുള്ള പദ്ധതി ഇവിടെ തുടങ്ങിയെങ്കിലും ഇവിടുത്തെ എൻവയൺമെന്റലിസ്റ്റ് അതിനെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് സർക്കാരിന് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു പ്രശ്നമായി. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം. നികുതിയേതര വരുമാനത്തിൽ നാം കൂടുതൽ ഊന്നൽ നൽകണം എന്ന് യാതൊരു സംശയമില്ല. എന്നാൽ ചിലവിന്റെ കാര്യത്തിൽ നൂതനമായ പല കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് എന്ത് പറ്റുന്നു, നാം കൂടുതൽ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു. ഈ പദ്ധതികളുടെ ഒരു പര്യവസാനമാണ് നമ്മുടെ കിഫ്ബി.
ഇപ്പൊ കിഫ്ബിയുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ ഒരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രമായിരുന്നുള്ളൂ, കിഫ്ബി ലോൺസ് നമ്മൾ എടുത്തു തുടങ്ങിയാൽ അതിന്റെ റീപേയ്മെന്റിന്റെ ലെവലിൽ എത്തുമ്പോൾ നമുക്കത് റീപേ ചെയ്യാൻ സാധ്യമുള്ള ഒരു സംഭവത്തിലേക്ക് എത്താൻ പറ്റുമോ? കാരണം കിഫ്ബിക്കുള്ള ആകെ വരുമാനം നമ്മുടെ പെട്രോൾ സെസ്സാണ്. മോട്ടോർ വെഹിക്കിൾ സെസ്സും പെട്രോൾ സെസ്സും കിട്ടുന്ന ഒരു പെർസെൻറ്റേജ് മാത്രമാണ് കിഫ്ബിക്ക് കിട്ടുന്ന വരുമാനം. അല്ലാതെ കിഫ്ബിക്ക് വേറെ വരുമാനങ്ങളില്ല. മറ്റു വരുമാനങ്ങളൊക്കെ നാം ബോണ്ട് ഇറക്കി കടം വാങ്ങിക്കുന്നതാണ്. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള അന്ന് തന്നെ എനിക്കിപ്പോഴും ഓർമ്മ. 2017 ഇതിനെപ്പറ്റി ഒരു ചർച്ച നടന്ന സമയത്ത് ഞാൻ അന്നത്തെ ഒരു ധനകാര്യ എക്സ്പെർട്ടിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല, ഇപ്പം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മൾ ഈ പാശ്ചാത്യ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന സമയത്ത് പാശ്ചാത്യ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം, അത് വർദ്ധിപ്പിച്ചു, വളരെ നന്നായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, സംശയമില്ല. ഈ ഭരണകാലത്ത് ഈ 10 വർഷത്തിൽ നടന്നിരിക്കുന്ന ആ പാശ്ചാത്യ വികസനത്തിനെ നമുക്ക് എത്ര ഒരു ക്രിട്ടിക്കലായിട്ട് നോക്കിയാലും നമുക്ക് അതിനെപ്പറ്റി ഒരു നല്ലത് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. പക്ഷെ അതിന്റെ കൂടെ എന്തുണ്ടായി? അത് പാശ്ചാത്യ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് റവന്യൂ കിട്ടാനുള്ള സ്കോപ്പ് കുറവാണ്. ഇപ്പൊ ടോൾ പിരിക്കാനായിട്ട് ഇവിടെ സമ്മതിക്കോ? ഇല്ല. അപ്പൊ അതാണ് വേറൊരു പ്രശ്നം. ടോൾ പിരിവ് ഇപ്പൊ തന്നെ ഏതെങ്കിലും ഒരു ടോളിന്റെ കാര്യം തുടങ്ങിയാൽ അവിടെ പിന്നെ പ്രശ്നങ്ങളായി. റോഡുകളൊക്കെ ഇത്രയും നന്നായിട്ട് വരുമ്പോൾ ടോള് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ അതാണ്, അവിടെയാണ് തമിഴ്നാടും കർണാടകയും രക്ഷപ്പെടുന്നത്. അവിടെ നല്ലൊരു റോഡ് വന്നാൽ അപ്പൊ തന്നെ ടോള് വന്നു കഴിഞ്ഞു. അതിനെക്കുറിച്ച് രണ്ട് വർത്താനമില്ല. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ടോള് വെച്ചാൽ അപ്പൊ തന്നെ ഇവിടെ പ്രതിഷേധമാണ്, സർക്കാരിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള വരുമാനങ്ങളും ഇല്ല. അപ്പൊ അങ്ങനെ നികുതിയേതര വരുമാനമില്ലായ്മയാണ് എന്റെ അഭിപ്രായത്തിൽ ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം. ശരി, പിന്നെ നമ്മുടെ GSDP-യുടെ വ്യക്തമാണ്. 0.5% വർദ്ധിപ്പിക്കണം എന്നുള്ളത് സാങ്കേതികമായി പറയാൻ എളുപ്പമാണെങ്കിലും അത് അത്രയും പ്രായോഗികമല്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, എയിംസ്, ശബരി റെയിൽവേ തുടങ്ങിയ പദ്ധതികൾ ബജറ്റുകളിൽ വെറും വാഗ്ദാനങ്ങളായി മാത്രം ഒതുങ്ങുകയാണ്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള യോജിപ്പില്ലായ്മ കേന്ദ്രത്തിന് ആയുധമാകുന്നുണ്ടോ? ഇവിടെ പറയുകയുണ്ടായി, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്രം വല്ലാണ്ട് ഇവിടെ പണം ഒഴുക്കുകയാണ്, ഒരുപാട് പണം സഹായിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു കണക്ക് ചൂണ്ടിക്കാണിക്കട്ടെ. കേരളത്തിലെ മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിയും സാമ്പത്തിക ബുദ്ധിമുട്ടും തീരും ആ വിഴിഞ്ഞം പദ്ധതി വളരെ സമയബന്ധിതമായി കേന്ദ്ര സർക്കാരിന്റെ വലിയ സാമ്പത്തിക സഹായത്തോടെ അത് നടപ്പാക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിന് സാമ്പത്തിക മിച്ചമുണ്ടാകാൻ പോകുന്നൊരു പദ്ധതിയാണത്. അത് നമ്മുടെ സാമ്പത്തികമായിട്ട് ഡെഫിസിറ്റ് അല്ല, സർപ്ലസ്, കേരളത്തെ ഒരു വരുമാന മിച്ചമുള്ള സംസ്ഥാനമാക്കി മാറ്റും. പക്ഷെ ആ വിഴിഞ്ഞത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന സമീപനം എന്താ? ഇതുവരെ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത് 8500 കോടി രൂപയാണ്. അതിൽ 5500 കോടി രൂപയും ചെലവഴിച്ചത് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇപ്പൊ നമുക്ക് അവർ തരാം എന്ന് പറയുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അതുപോലും എന്താ ഇപ്പോൾ അവർ പറയുന്നത് എന്താ? അത് പലിശ സഹിതം കേരളം തിരിച്ചടച്ചാൽ മാത്രമേ കേന്ദ്രം ആ പണം നൽകിയുള്ളൂ. ഇങ്ങനൊരു സമീപനമാണോ നമ്മുടെ പശ്ചാത്തല വികസന കാര്യത്തില്, അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തില് കേരളത്തോട് സ്വീകരിക്കേണ്ടത്? അതുപോലെ ഇവിടെ പറയുന്നു കേരളത്തിലെ വലിയ ഗതാഗത സൗകര്യങ്ങളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടു, ദേശീയപാതകളെല്ലാം മെച്ചപ്പെട്ടു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അവിടെ 6000 കോടി രൂപ മുടക്കി കേരളം സ്ഥലമേറ്റു കൊടുത്തപ്പോഴാണ് അവിടെ ദേശീയപാതയുടെ വികസനം സാധ്യമായത്. ഇപ്പോൾ കേരളം ആവശ്യപ്പെടുന്നത് 6000 കോടിയെങ്കിലും കേരളത്തിലെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അതിനോട് അനുകൂലമായ ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല. കേരളത്തിന് പുറത്ത് എത്ര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പണം ചെലവഴിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അവിടെയാണ് കേരളത്തോടുള്ള ഒരു വിവേചനം എന്ന് പറയുന്നത്. അതുപോലെയുള്ള എത്രയോ മറ്റ് ഇപ്പോൾ എല്ലാവരും വാരിക്കോരി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ദേശീയപാത വികസനത്തിന് വേണ്ടി കേരളത്തിൽ 60,000 കോടി രൂപ ചെലവഴിച്ചു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധൻ പറയുന്നത് കേട്ടു, എന്തിനാണ് ഈ ദേശീയപാത കാര്യത്തിലും ഒക്കെ ടോള് പിരിക്കുന്നത്? ഞാനൊരു കാര്യം കൃത്യമായി അങ്ങോട്ട് ഞാൻ ചോദിക്കട്ടെ. ഈ ഇന്ധന സെസ് എന്ന് പറയുന്ന പേരിൽ, അല്ല ഇന്ധന നികുതി എന്ന് പറയുന്ന പേരിൽ ഈ കേന്ദ്ര സർക്കാർ പിരിച്ചുകൊണ്ട് പോകുന്ന എത്ര ഭീമമായിട്ടുള്ള തുകയാണെന്നറിയോ? നമ്മൾ ഞെട്ടിപ്പിക്കുന്ന തുകയാ. അമേരിക്ക ഇന്ത്യയുടെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുവാനുള്ള കാരണമായി പറഞ്ഞത് റഷ്യയിൽ നിന്നും നമ്മൾ വില കുറച്ച് ഇന്ധനം മേടിക്കുന്നു. അപ്പോഴാണ് കേരളം അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയത് $50 താഴെ വിലക്കാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്.
ആ സാധനമാണ് ഇവിടെ ഇപ്പോൾ 107 രൂപ 108 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. എത്ര രൂപയാണ് ഇതിനകത്ത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ അന്ന് വലിയ വിമർശനമായിരുന്നു. മൻമോഹൻ സിംഗ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുന്നു. അന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ $124 വന്നപ്പോഴാണ്, ഇവിടെ 85 രൂപ ഈടാക്കിയപ്പോഴാണ് മൻമോഹൻ സിംഗിനെ വിമർശിച്ചത്. ഇപ്പോൾ അന്തർദേശീയ മാർക്കറ്റിൽ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് $70. ആ $70 ഉള്ളപ്പോഴാണ് ഇവിടെ 107 രൂപയ്ക്ക് പെട്രോളും ഡീസലും വിൽക്കുന്നത്. അത്രയും ഭീമമായ തുക കേരളത്തിലെ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാരിന്റെ വരുമാനം എത്രയാ? ഓരോ പാദത്തിലും 3-4 മാസം അടങ്ങുന്ന ഒരു പാദത്തിൽ GST വരുമാനം 1, 2, 3 ലക്ഷം കോടി. നമ്മൾ തന്നെ ഞെട്ടിപ്പോവുക. ഇതിന്റെ വരുമാനം കേട്ടിട്ട്. ഇത്ര ഭീമമായിട്ടുള്ള ഒരു വരുമാനമാണ് കേന്ദ്ര സർക്കാരിലേക്ക് GST ആയിട്ടും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന പെട്രോളിയം നികുതിയായിട്ടും പെട്രോളിയം സെസ്സും ഒക്കെ ആയിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 1% മാത്രമാണ് ഇവിടെ ദേശീയപാത വികസനത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ വാരിക്കോരി കൊടുക്കുന്ന തുകയുടെ അളവ് നോക്കിക്കഴിഞ്ഞാൽ അതിന് തുച്ഛമായിട്ട് നാമമാത്രമായിട്ടുള്ള അളവ് മാത്രമാണ് നമുക്ക് കേരളത്തിൽ നൽകുന്നത്. അത് മാത്രമല്ല, എന്നിട്ട് അതിന് പിന്നെ വീണ്ടും ജനങ്ങളുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് അവിടെ ടോൾ പ്ലാസകൾ സ്ഥാപിക്കുക. അപ്പോൾ അതിനെ കേരളത്തിലെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കോ അല്ല മറ്റു സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. അവരുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയിട്ടാണ് പിന്നെ ഈ ദേശീയപാത പണിത് അവിടെ ഈ ടോൾ പ്ലാസ വെക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ പ്രതിഷേധം ഉയരും. നമ്മളെ പൂർണ്ണമായിട്ട് കൊള്ളയടിച്ച് നമുക്ക് അർഹമായത് ഒന്നും തരാതെ വയനാടിന്റെ കാര്യങ്ങൾ പരിശോധിക്ക്. ആന്ധ്രാപ്രദേശില് അവിടെ പേമാരി ഉണ്ടായപ്പോൾ അവർ നിന്ന നിപ്പിൽ 15,000 കോടിയാണ് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിന് വേണ്ടി മാത്രം 24,000 കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ഈ കേരളത്തിൽ വയനാട് പോലെ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ട് എത്ര നാള് നമ്മൾ അവിടെ കിടന്ന് ബഹളം വെച്ചു. അവസാനം എന്താ? പലിശരഹിത വായ്പയായി ഔദാര്യമായി അവരുടെ എന്തോ ദയയുടെ പുറത്ത് തരുന്ന പോലെ ഒരു 1000 കോടി രൂപ നമുക്ക് നൽകി. ഇതാണോ പിന്നെ ഈ നമ്മൾ ഫിസിക്കൽ ഫെഡറലിസം എന്നൊക്കെ പറയുന്നത്? എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണുവാനുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം. ഇവിടെ ഇപ്പോൾ എയിംസിന്റെ കാര്യം ചോദിച്ചു. നമ്മുടെ എല്ലാ പദ്ധതികൾക്കും ഇവർക്ക് വലിയ നിയമങ്ങളാണ്, ചട്ടങ്ങളാണ്, റൂൾസ് ആണ്, നോംസ് ആണ് എല്ലാ കാര്യങ്ങളിലും. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഒരു റൂളും ഇല്ല, ഒരു നോംസും ഇല്ല. ഞാൻ ആന്ധ്രാപ്രദേശിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു നിവേദനം പോലും കിട്ടാതെയാണ് കേന്ദ്രമന്ത്രി അവിടെ ഹൈദരാബാദിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ് 14,000 കോടിയുടെ പാക്കേജ്. ആന്ധ്രയിൽ എവിടെയോ വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് പ്രഖ്യാപിക്കുകയാണ്. അവിടെ റൂൾസ് ഇല്ല, നോംസ് ഇല്ല, പരാതിയില്ല, അപേക്ഷയില്ല, നിവേദനമില്ല, ഒന്നുമില്ല. ഇവിടെ എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ കാണിച്ചാലും നമ്മളോട് കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇതുപോലെയുള്ള സമീപനങ്ങളാണ്. ഞാൻ പറഞ്ഞത് എയിംസ് നമുക്ക് അർഹതയുണ്ട്. എയിംസ് പോലെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ച അങ്കമാലി ശബരി റെയിൽപാത. എന്താണ് അതിന് തടസ്സം എന്ന് പറയുന്നത്? എന്തിനാണ് കേരളത്തോട് മാത്രം നിബന്ധനകൾ വെക്കുന്നത്? കേരള സ്ഥലം ഏറ്റുകൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അതിനുള്ള പണം ചെലവഴിച്ചാൽ മാത്രമേ, അല്ലെ 50% ഇപ്പൊ പറയുന്നത് എന്താ? ചെലവിന്റെ പകുതി കേരളം വഹിക്കണം, 50% കേന്ദ്ര സംസ്ഥാനങ്ങൾ തുല്യമായി പിന്നെ അതിന്റെ അകത്ത് ഷെയർ ചെയ്യണം. ഞാൻ പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും ഇങ്ങനത്തെ ഒരു മാനദണ്ഡങ്ങളും ഇല്ലല്ലോ. അവർക്ക് സ്ഥലമേറ്റ് കൊടുക്കാൻ പറയുന്നില്ല, പദ്ധതി ചെലവിന് 50% ചെലവഴിക്കാൻ പറയുന്നില്ല. എല്ലാം കേന്ദ്ര സർക്കാർ വാരിക്കോരി കൊടുക്കുമ്പോൾ നമ്മളോട് കാണിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ശക്തമായി പ്രതിഷേധാർഹമാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, കേരളത്തോട് മാത്രം ഒരു വിവേചനം എന്ന വാദത്തോട് താങ്കളുടെ മറുപടി എന്താണ്? ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കേരളം കേന്ദ്രത്തിന് നൽകുന്ന GST വരുമാനത്തിന് ആനുപാതികമായ വിഹിതമെങ്കിലും ബഡ്ജറ്റിലൂടെ തിരികെ ലഭിക്കുന്നുണ്ടോ? ഫെഡറലിസത്തിന്റെ യുക്തി എന്ന് പറയുന്നത് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഈ കേന്ദ്രവും സംസ്ഥാനങ്ങളും ഏതെങ്കിലും ഒരു ഇരുമ്പ് മതില് ഉണ്ടാക്കി വേർതിരിച്ച 2 പ്രദേശങ്ങളല്ല. കേന്ദ്രം കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നുണ്ട്. കേന്ദ്രം ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ചില സംസ്ഥാനങ്ങൾക്ക് കുറച്ച് കൂടുതലായി കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പണ്ട് മുതലെയുള്ള ആരോപണങ്ങളാണ്. നമ്മുടെ നെഹ്റുവിന്റെ കാലം മുതലേ ഈ ആരോപണങ്ങളുണ്ട്. കോൺഗ്രസിന് അനുകൂലമായ ചില സംസ്ഥാനങ്ങൾക്ക് ചില കണ്ണുമാട്ടങ്ങൾ നടത്താറുണ്ട്. അതിന്റെ പേരിൽ മാത്രം ഒരു സംസ്ഥാനത്തെ തുടർച്ചയായിട്ട് അവഗണിക്കുന്നു എന്ന വാദത്തിന് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വൻതോതിൽ കേന്ദ്രം ഈ സെസ്സുകൾ വഴിയായിട്ട് പിരിക്കുന്നുണ്ട്. പക്ഷെ ആ പിരിക്കുന്ന പണം മുഴുവൻ രാജ്യത്തിന് മുഴുവനായിട്ടും വേണ്ടി ആണ് കേന്ദ്രം ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് കേന്ദ്രം എന്ന് പറയുന്ന ഒരു അമ്മാവനെ പോലെ സ്വന്തം ഭാര്യയ്ക്ക് മാത്രം കൊടുക്കുകയും മരുമക്കൾക്കൊന്നും കൊടുക്കാതിരിക്കുന്ന പഴയ കൂട്ടുകുടുംബ അതല്ല മരുമക്കത്തായ സമ്പ്രദായമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വാദഗതിയാണ് കേരളത്തിൽ പലപ്പോഴും ഈ കേന്ദ്രം സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആ കാര്യം വരുമ്പോൾ. അങ്ങനെയല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ വേണ്ടത്
കേന്ദ്രത്തിൽ പരമാവധി സമ്മർദ്ദങ്ങൾ ചെലുത്തുകയും ഇപ്പൊ നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ കടമെടുപ്പ് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ. അക്കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്ന വിഭവങ്ങൾ വാങ്ങിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നികുതി നൽകാനുള്ള ശേഷിയിൽ ഭയങ്കരമായ വർധനവുണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. അതായത് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1957-58 കേരളം രൂപീകരിക്കുന്ന ആ സമയത്ത് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ ആകെ സമാഹരിക്കുന്ന തനത് വരുമാനത്തിൽ കേരളത്തിന് 4.45% ഓഹരി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ ഉപഭോഗത്തിൽ 8ാം സ്ഥാനത്തായിരുന്നു, ഇന്നിപ്പോൾ 1ാം സ്ഥാനത്താണ്. പക്ഷേ തനത് വരുമാനത്തിൽ നമ്മുടെ ഓഹരി യഥാർത്ഥത്തിൽ 4.45-ൽ നിന്ന് 3.9 കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ രാഷ്ട്രീയക്കാരും പറയുക, കാരണം ജനങ്ങളെ സുഖിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു കലാപരിപാടിയായിട്ട് കൊണ്ടു നടക്കുന്നതിന് പകരം യുക്തിസഹമായും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് വാങ്ങിയെടുക്കുന്നതിനുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. ഇപ്പം നമുക്ക് ഒരു ഡൽഹിയിൽ നമ്മുടെ ഒരു മുൻ മന്ത്രി അതിനു വേണ്ടി മാത്രമായിട്ട് നിൽക്കുകയാണ്, പക്ഷേ അതിൻ്റെ ഒന്നും ഫലമൊന്നും കാണുന്നില്ല. അതേസമയം തന്നെ വിഭവ സമാഹരണം നടത്തണം. നമ്മുടെ അജിത് കുമാർ പറഞ്ഞ നമ്മുടെ തനത് വരുമാനത്തില് നികുതിതര വരുമാനത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. 2022-23 ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം ചെലവഴിച്ചത് 50,275.91 കോടി രൂപയാണ്. നമ്മുടെ റവന്യൂ ചെലവാണ്, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ ചെലവാണ്. നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്നറിയാവോ? 676.85 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെലവിന്റെ 1.35% നമ്മൾ വരുമാനമായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മിഡിൽ ക്ലാസ്സിനെ, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ നമ്മുടെ ഏറ്റവും സമ്പന്നരായ ആൾക്കാരുടെ മക്കൾ മെറിറ്റിൽ കയറി, അത് ശരിയാണ്. പക്ഷെ അവരൊക്കെ കൊടുക്കുന്ന ഫീസ് എത്രയാണ്? 50,000 രൂപ ഒരു വർഷം കൊടുക്കുന്നുണ്ടാവും ഒരു മെഡിക്കൽ വിദ്യാർത്ഥി. നേരെ മറിച്ച് സാധാരണക്കാരന്റെ കുട്ടികൾ സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ 7 ലക്ഷം രൂപയാണ് ഫീസ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിഭവ സമാഹരണത്തിലെ ഈ പരാജയം മറച്ചു വെക്കാനുള്ള ഏറ്റവും നല്ല മാർഗം തുടർച്ചയായിട്ട് കേന്ദ്രവിരുദ്ധം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. ആ രാഷ്ട്രീയത്തിന്റെ കാലം മാറി. അപ്പോൾ ഇപ്പൊ നമുക്ക് തമിഴ്നാടിനെ പോലുള്ള സംസ്ഥാനങ്ങൾ അവര് വൻതോതിൽ നമ്മുടെ മുതൽ മുടക്കിനെ ആശ്രയിക്കുന്നു, അങ്ങനെ അതുവഴിയായിട്ട് വരുമാനം ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടെ കേന്ദ്രം തന്നില്ലെങ്കിൽ പോലും അവർക്ക് മുന്നോട്ട് പോകാൻ. ഞാൻ എൻ്റെ ഈ സുഹൃത്തുക്കളൊക്കെ ഈ വടക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും കേരളവും ഒക്കെ സന്ദർശിച്ച് കാണുമല്ലോ. കേരളത്തിൽ കാണുന്നത് പോലെയാണോ മറ്റ് സംസ്ഥാനങ്ങളിലെ സ്ഥിതി? യുപിയിലും ബീഹാറിലും ഒക്കെ ഉള്ള ഗ്രാമപ്രദേശങ്ങളിലെ സ്ഥിതി എന്താണ്? അപ്പോൾ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറയുന്ന 30 ലക്ഷം വരുന്ന നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികള് ആരോഗ്യവും വിദ്യാഭ്യാസവും ഉള്ളവരായി ഇവിടെ വരിക എന്ന് പറയുന്നത് നമുക്കും കൂടെ താല്പര്യമുള്ള കാര്യമാണ്. അതായത് ഒരു ഫെഡറൽ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളുടെ വികസനം എന്ന് പറയുന്നത് കേന്ദ്രത്തിന് മാത്രം താല്പര്യമില്ല, മറ്റ് സംസ്ഥാനങ്ങളുടെ തന്നെ താല്പര്യം വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഡോക്ടർ എൻ അജിത് കുമാർ, സംസ്ഥാനം സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തത് കൊണ്ടാണ് കടമെടുപ്പ് നിയന്ത്രിക്കുന്നത് എന്ന കേന്ദ്രവാദത്തിൽ കഴമ്പുണ്ടോ? കേരളത്തിന് മാത്രമായി പ്രത്യേക പരിഗണന നൽകാൻ കേന്ദ്രത്തിന് സാധിക്കുമോ? ആദ്യമായിട്ട് ഡോക്ടർ ഹോണി പറയണ്ടായിരുന്നു, ആന്ധ്രാപ്രദേശിനെ ഒരു റിക്വസ്റ്റ് പോലും ഇല്ലാണ്ട് 14,000 കോടി കൊടുത്തു എന്ന്. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാ പറഞ്ഞു നടക്കുന്നത്. അപ്പൊ ഞാനതൊന്നും ജസ്റ്റ് വെരിഫൈ ചെയ്ത് നോക്കിയപ്പം അവര് 14,000 അല്ല, അവർ 25,000 കോടി വേണമെന്നാണ് അവർ ചോദിച്ചത്. ആ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലാരിഫൈ ചെയ്യാം. പിന്നെ രണ്ടാമത്തൊരു കാര്യം, ഇതിലൊരു രാഷ്ട്രീയം എന്തായാലും ഉണ്ടെന്ന് അറിയാലോ സാർ. കാരണം EDPയുടെ സപ്പോർട്ടില്ലെങ്കിൽ നാളെ നരേന്ദ്രമോദിക്ക് ഗവൺമെന്റ് സർവൈവ് ചെയ്യില്ല. അപ്പൊ അത് മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പൊളിറ്റിക്സ് അവിടെ ഉണ്ട്, അത് യാതൊരു സംശയമില്ല. ഇപ്പൊ ആന്ധ്രയ്ക്കും ബീഹാറിനും കൊടുക്കണമെന്നുണ്ടാ JDS-ഉം
TDPയും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ ഗവൺമെന്റ് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഗവൺമെന്റ് വീണു. അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം നാച്ചുറലി അവർക്ക് കൂടുതൽ കൊടുക്കുന്നതിൽ ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല, അത് നടക്കും. അത് തന്നെ എന്തായാലും അങ്ങനെ ഉണ്ടാവും. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അവർക്ക് കൂടുതൽ പരിഗണന കിട്ടും. അത് പരിഗണന കിട്ടുകൊണ്ട് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ആൾക്കാരും ഇപ്പോഴത്തെ ഗവൺമെന്റിനെ നിലനിർത്താനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് തീർച്ചയായിട്ടും അവർക്ക് നമ്മളോടൊരു വിദ്വേഷം ഉണ്ടാവുന്നതിൽ യാതൊരു സംശയമില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്, കേരളത്തിന് പ്രത്യേകിച്ച് പാക്കേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോയിന്റ് സാർ പറഞ്ഞ ഫുള്ളി അഗ്രി ചെയ്യുന്നുണ്ട്. ഈ വയനാട് പാക്കേജിന്റെ കാര്യത്തിൽ കേന്ദ്രം ചെയ്തതിന് ഒരിക്കലും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ആരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ആ കാര്യം പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വന്ന് നേരിട്ട് മുഴുവൻ കണ്ട് ഒരു വിധത്തിലും പണത്തിന് യാതൊരു ദൗർലഭ്യം ഉണ്ടാവില്ല എന്ന് ഇവിടെ വന്ന് ശരിക്കും പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് ഇപ്പോഴും അവരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വെറും പരിസരഹിത ലോണാണെന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വിഷമം വേറെ തന്നെയുണ്ട്. പിന്നെ ഓവറോൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ചെയ്തേ പറ്റൂ, യാതൊരു സംശയമില്ല. കാരണം ഇവിടെ എന്ത് വന്നാലും ഇപ്പൊ ചെറിയൊരു ഉദാഹരണത്തോടെ ഞാൻ പറയാൻ, ഇപ്പൊ GSTയുടെ വളരെയധികം ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഴയ സെയിൽസ് ടാക്സിന്റെയും GSTയുടെയും വരുമാനം പിരിച്ചു കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ GSTയുടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കോട്ട് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഒരു പ്രത്യേക വ്യക്തി കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് GST അദ്ദേഹം കൊടുത്തില്ല. അപ്പോഴാണ് കേരള സർക്കാർ ഒരു പാക്കേജ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു തരം ഈ വൺ ടൈം സെറ്റിൽമെന്റ് അല്ലെങ്കിൽ വൺ ടൈം പേയ്മെന്റ് എന്നുള്ള ഒരു പാക്കേജ് അനൗൺസ് ചെയ്തു. അപ്പൊ ഈ അനൗൺസ് ചെയ്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് 1 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞ 1 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ശരിക്കും വോളണ്ടിയർ ചെയ്താണ്. ഈ വിധേയത്തിന് നമ്മുടെ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്തെന്നറിയോ? 5 ലക്ഷത്തിന്റെ ഡിമാൻഡ് നോട്ടീസാണ് കൊടുത്തത്. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം എന്ത് വന്നാലും ഒരു പാക്കേജ് അനൗൺസ് ചെയ്തിട്ട് ആ പാക്കേജ് കൃത്യമായിട്ട് നടത്താനുള്ള ഒരു ശേഷി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സിനില്ല. എനിക്കിത് നേരിട്ട് അറിയാവുന്ന ഒരു കേസ് കൊണ്ട് ഞാൻ പറയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ പോയി ഒരു സ്റ്റേ മേടിച്ചു. അതോടെ കഴിഞ്ഞു. ഇപ്പൊ ആ സ്റ്റേ മാറ്റാനായിട്ട് സർക്കാർ യാതൊരു സ്റ്റെപ്സും എടുക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. എന്തോരം കേസുകളാണ് സ്റ്റേ മേടിച്ചിട്ടിരിക്കുന്നത്. ഇതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് എഫേർട്ട് എടുത്താൽ ഇതിന്റെ പകുതി എമൗണ്ട് നമ്മൾ വിചാരിക്കുന്നത് 20-25,000 കോടിയൊക്കെ വളരെ ഈസി ആയിട്ട് ഇവിടെ പിരിച്ചെടുക്കാൻ പറ്റും. സെയിം തിങ് ഇപ്പൊ നമ്മളിപ്പോ പവർ സെക്ടറിന്റെ കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ നമുക്ക് 0.5% കൂടിയത് പവർ സെക്ടറിൽ റിഫോംസ് നടത്താൻ വേണ്ടിയിട്ടാണ്. എന്തുവാ ചെയ്തോ നമ്മള്? അത് നമ്മൾ ചെയ്തില്ല. പവർ സെക്ടറിൽ എന്തോരം പൈസയാണ് പിരിച്ചിട്ടാനുള്ളത്. അതിലുള്ള എന്തുകൊണ്ട് എഫേർട്സ് ഒന്നും എടുക്കുന്നില്ല. അപ്പൊ നമ്മൾ എടുക്കേണ്ട എഫേർട്സ് ഒക്കെ നമ്മൾ മാറ്റി നിർത്തി പ്രത്യേകിച്ച് ഒരു പ്രശ്നം വരുമ്പം ഉടനെ നമ്മൾ കേന്ദ്രത്തെ ബ്ലെയിം ചെയ്യുന്നത് എത്ര കണ്ട് ശരിയാണെന്ന് എനിക്ക് കണ്ടുകൂടാ. ഇപ്പം നമ്മുടെ സാറ് പറഞ്ഞ പോലെ ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ നമ്മൾ കാണേണ്ടതാണ്. അവിടെ ചെയ്യുന്നത് പോലെ അവര് പിരിച്ചെടുക്കുന്നത് പോലെ പണം നമുക്ക് ഒരു ദിവസം ലേറ്റ് ആയാൽ അവിടെ അത്രയും സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ആ ഒരു തരം സ്ട്രിക്റ്റ് അവിടെ തെറ്റൊന്നുമില്ല. ഒരു ഡിസിപ്ലിൻ വരും. ആ ഡിസിപ്ലിൻ വന്നാൽ ഇവിടുത്തെ പണം പിരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഡിസിപ്ലിന് വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് ഈ ഭാഗത്ത് നിന്ന് എടുത്താൽ നമ്മുടെ എത്രയോ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജെയ്സി തോമസ്, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിട്ടും അവിടുത്തെ വികസനത്തിന് കേന്ദ്രം മതിയായ തുക നൽകുന്നില്ല എന്ന ആക്ഷേപമുണ്ടല്ലോ. ഇത് രാഷ്ട്രീയമായ ഒരു അവഗണനയാണോ? വിഴിഞ്ഞത്തിന്റെ തന്നെ കാര്യത്തിൽ പ്രിസൈസ്ലി ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ഈ മേഖലയിലെ പ്രമുഖന്മാരായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധർക്ക് ആകെ അറിയാം. മറ്റു തുറമുഖങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വയബിലിറ്റി ഫണ്ടിന്റെ അതേ സമീപനമായിരുന്നു കേരളത്തോട് പോലും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തിന് അർഹതപ്പെട്ട VGF പോലും അനാവശ്യമായ പ്രവണതകൾ, അനാവശ്യമായ പുതിയ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ പോലും നമ്മളോട് യൂണിയൻ ഗവൺമെന്റ് സമീപനം സ്വീകരിച്ചത്. അതൊരു ഒറ്റപ്പെട്ട സമീപനത്തിന്റെ പ്രശ്നമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വിഴിഞ്ഞം തുറമുഖമാകട്ടെ, റെയിൽവേ സംബന്ധമായിട്ടുള്ള വികസനം ഏത് മേഖലയുടേതുമാവട്ടെ, തറക്കല്ലിട്ട് ഉപേക്ഷിച്ചിട്ട് പോയ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയോടുള്ള സമീപനമാവട്ടെ, അങ്കമാലി ശബരി റെയിൽപാതയോട് സ്വീകരിക്കുന്ന സമീപനമാവട്ടെ, കേരളത്തിന്റെ അതിവേഗ റെയിൽ പദ്ധതിയോട് യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ച സമീപനമാവട്ടെ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവിടെ പെരിയാമണ്ണം സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ റിപ്പോർട്ടിലാണ്
എവർ ലാർജസ്റ്റ് ഡെപ്റ്റ് ഫ്ലോ. അങ്ങനെയാണ് വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വിലയിരുത്തിയത്. ഇങ്ങനെ കേരളം നേരിടുന്ന അനിവാര്യമായ വികസന പദ്ധതികൾക്ക് മുമ്പിലും കേരളം നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുമ്പിലും അങ്ങേയറ്റം ശത്രുതാപൂർണമായ സമീപനമാണ് നിർഭാഗ്യവശാൽ യൂണിയൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. 33 പേർ മരണപ്പെട്ട ആന്ധ്ര തെലങ്കാനയ്ക്ക് 3000 കോടിയാണ് യൂണിയൻ ഗവൺമെന്റ് സഹായധനമായി വിലയിരുത്തിയത്. 9 ദിവസം മഴ പെയ്ത തമിഴ്നാടിന് 300 കോടിയിലധികം രൂപ യൂണിയൻ ഗവൺമെന്റ് നൽകി. പ്രയാഗ്രാജ് ഉൾക്കൊള്ളുന്ന UPക്ക് ആവട്ടെ 6000 കോടി നൽകി. എവർ ലാർജസ്റ്റ് ഡെബ്റ്റ് ഫ്ലോ എന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വിലയിരുത്തിയ കേരളത്തിന്റെ ചരിത്രത്തിലെ ഇക്കാലത്തെയും ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടേണ്ട വന്ന നമുക്കാവട്ടെ ചോദിച്ചതിന്റെ 8-1 പോലും യൂണിയൻ ഗവൺമെന്റ് നൽകുന്നില്ല. അങ്ങനെ ഇപ്പോൾ SSA ഫണ്ട് ഉൾപ്പെടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ടുകൾ പിടിച്ചു നിൽക്കുന്നു. അതോടൊപ്പം ഇന്ത്യയുടെ അഭിമാന പദ്ധതികളിൽ പലതും സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള യൂണിയൻ ഗവൺമെന്റ് വിഹിതം പിടിച്ചു നിൽക്കുന്നു. ഈ അനുഭവങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. എന്നിരുന്നാൽ കൂടെയും ഇവിടുത്തെ ഏറ്റവും ഒടുവിൽ കേട്ട ചില അഭിപ്രായങ്ങളോട് പ്രതികരിക്കാതിരിക്കാനും ആവതില്ല. കേരളത്തിന്റെ കടത്തിന്റെ തോത് വർദ്ധിച്ചാൽ 2025-26 സാമ്പത്തിക വർഷം എത്തുമ്പോൾ 2011 മുതലുള്ള ഗവൺമെന്റുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഉദ്ദേശം 6 ലക്ഷം കോടിയിലെത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നു അത് 4.5 ലക്ഷം കോടിയിലാണ് കേരളത്തിന്റെ കടം എത്തി നിൽക്കുന്നത്. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ പഠന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിന്റെ സാമ്പത്തിക ദൃഢത വർദ്ധിപ്പിക്കുന്നതിൽ, നേരാംവണ്ണം നിലനിർത്തുന്നതിൽ ഇന്ത്യയിൽ 5ാമത്തെ വളർച്ച വേഗത കൈവരിച്ച സംസ്ഥാനമായിട്ടാണ് കേരളത്തെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ കേരളം ഇക്കാര്യത്തിൽ ധനദൃഢീകരണത്തിലേക്കും തനത് വരുമാനത്തിന്റെ വർധനവിൽ ഇന്ത്യയിൽ പ്രതീക്ഷാനിർഭരമായ വളർച്ച കൈവരിച്ച ആദ്യത്തെ 5 സംസ്ഥാനങ്ങളിലും കേരളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കാനാകില്ല. കേരളം സ്വയം പര്യാപ്തമാകണം എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിൻ്റെ സ്ഥിതി നമുക്ക് വ്യക്തമാണ്. കേരളം സാമ്പത്തികമായ പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുകയാണ്. ഇതിന് വ്യക്തമായൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഞാൻ 2012 മുതൽ മാതൃഭൂമി പത്രത്തിലൊക്കെ ഇതിനെ സംബന്ധിച്ച് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അന്ന് മുതൽ പറഞ്ഞു വരുന്ന ഒരു കാര്യം, കേരളത്തിന്റെ ധനകാര്യം നമ്മൾ അടിമുടി അഴിച്ചു പണിയേണ്ടതുണ്ട്. കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ശമ്പള പെൻഷൻ ചെലവുകൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനമാണ്. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും ശമ്പളത്തിനും പെൻഷനും വേണ്ടി 49 ശരാശരി 49% മാത്രം മാറ്റിവെക്കേണ്ടി വരുമ്പോൾ നമ്മൾക്ക് ശമ്പളം പെൻഷനും വേണ്ടി മാത്രം ഏകദേശം മൊത്തം വരുമാനത്തിന്റെ 63% നമ്മൾ ചെലവാക്കുന്നത്. ഇതിൽ തന്നെ പെൻഷന് വേണ്ടി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തിൽ വെറും 2% വരുന്ന കേരളത്തിലെ ജനങ്ങൾക്കാണ് മൊത്തം വരുമാനത്തിന്റെ 25% പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പോലുള്ള വ്യവസ്ഥകൾക്ക് പകരം ആവശ്യാധിഷ്ഠിത സാർവത്രിക പെൻഷനിലേക്ക് മാറുക എന്നത് ഇനി വരാൻ പോകുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ച് അടിയന്തരമായി ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വിഭവ സമാഹരണത്തിൽ മധ്യവർഗത്തിൽ നിന്നും സമ്പന്നരിൽ നിന്നും ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന്, വൈദ്യുതിയിൽ നിന്ന്, പ്രോപ്പർട്ടി ടാക്സ്, വസ്തുനികുതി, ഇവയിൽ നിന്നൊക്കെ വൻതോതിൽ വിഭവ സമാഹരണത്തിനുള്ള മാർഗമുണ്ട്. തീർച്ചയായിട്ടും കേന്ദ്ര വിരുദ്ധ സമരങ്ങളും കേന്ദ്രത്തോടുള്ള സമ്മർദ്ദങ്ങളും തുടരാം. പക്ഷേ അതുകൊണ്ട് മാത്രം കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. കേരളത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ധനകാര്യം അടിമുടി അഴിച്ചു പണിയാണ്. അത് വരുമാനം വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ വർദ്ധിപ്പിക്കുന്ന വരുമാനം സാധാരണ ജനങ്ങളിൽ എത്തത്തക്ക വിധത്തിൽ നമ്മുടെ ചെലവുകൾ നാം അഴിച്ചു പണിയേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 1600 രൂപ പെൻഷൻ എന്ന് പറയുന്നത് 2021 തീരുമാനിച്ചതാണ്. അത് 400 രൂപ വർദ്ധിപ്പിച്ചിട്ട് പോലും ഓരോ വർഷവും 5% വീതം അതിൻ്റെ മൂല്യത്തിൽ കുറവുണ്ടാകുന്നു. ഇൻഫ്ലേഷൻ മൂലം, പണപ്പെരുപ്പം മൂലം ഉണ്ടാകുന്നു സങ്കല്പിച്ചാൽ അതിൻ്റെ ഇന്നത്തെ മൂല്യം വെറും 1638 രൂപ മാത്രമാണ്. ഞാനിത് കണക്ക് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ സാധാരണ ജനങ്ങളിലോട്ട് പണം എത്തിയെങ്കിൽ മാത്രമേ വിപണിയിൽ പണം എത്തുകയുള്ളൂ. വിപണിയിൽ പണമെത്തി വിപണി ചലിച്ചെങ്കിൽ മാത്രമേ നികുതി വരുമാനം വർദ്ധിക്കൂ. നികുതി വെട്ടിപ്പുണ്ട് എന്നുള്ളത് കാണാതിരിക്കുന്നില്ല.
അതോടൊപ്പം തന്നെ നികുതി നൽകൽ ശേഷിയിൽ സാധാരണ ജനങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ അവർക്ക് വെൽഫെയർ പെൻഷൻ പോലുള്ള ക്ഷേമ പെൻഷൻ പോലുള്ളത് യഥാർത്ഥത്തിൽ ഒരു 5000 രൂപയായിട്ടൊന്ന് വർദ്ധിപ്പിച്ചു കൊടുത്തു നോക്ക്. കേരളത്തിന്റെ നികുതി വരുമാനം വളരെയധികം വർദ്ധിക്കും. ശരി, ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? വ്യക്തമാണ്. ഞാൻ നടപടിയാണ് എന്തെങ്കിലും മടങ്ങി വരാം. പ്രൊഫസർ റോണി കെ ബേബി, റബ്ബർ സബ്സിഡി ഉൾപ്പെടെയുള്ള കാർഷിക പാക്കേജുകളിൽ കേന്ദ്രം മൗനം പാലിക്കുമ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇത്തവണ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? റബ്ബർ സബ്സിഡി കൂട്ടണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് കണ്ടപ്പോൾ ഏറ്റവും വലിയൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം റബ്ബറിന് 250 രൂപ തറവില പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ റബ്ബർ വിലസ്ഥിരത ഫണ്ടിൽ നിന്നും 250 രൂപ നൽകുമെന്ന വാഗ്ദാനം നൽകിയത് LDF സർക്കാരാണ്. 2021 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ LDFന്റെ വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു 250 രൂപ. അവർക്കത് ഈ 5 വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല. കേവലം 10 രൂപ മാത്രമാണ് നേരത്തെ ഉണ്ടായിരുന്ന 180 രൂപയിൽ നിന്നും 10 രൂപ മാത്രമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത്. എന്നിട്ട് അതുപോലും ഈ കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കുന്നത്. ഞാൻ ഇവിടെ കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ സംസ്ഥാന സർക്കാർ, ഞാൻ ഈ ചർച്ചയുടെ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും അടിയുറച്ച് നിൽക്കുന്നത്. കാരണം നമ്മൾ കേന്ദ്രത്തെ വിമർശിക്കുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരുകൾ ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അക്കാര്യത്തിലൊക്കെ സംസ്ഥാന സർക്കാർ വളരെ ദയനീയമായി പരാജയപ്പെടുകയാണ്. ഇവിടെ ഈ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്ന ധൂർത്ത് നമ്മൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ ജനങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ജയിൽ പുള്ളികൾക്ക് അവരുടെ വരുമാനം എത്ര ഇരട്ടിയായിട്ടാണ് അവിടെ ജയിലിലുള്ള പ്രതിഫലം കൂട്ടിക്കൊടുത്തത്. ഒരു ജയിൽ പുള്ളിക്ക് ഇപ്പോൾ ശരാശരി 15000 രൂപ മുകളിൽ മാസം വരുമാനം കിട്ടുന്ന അല്ലെ ശമ്പളം കിട്ടുന്ന അവസ്ഥയിലേക്ക്, വേതനം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഇവിടെയുള്ള പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ഈ സർക്കാർ എന്ത് ചെയ്തു കൊടുത്തു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ സർക്കാരിന് ഇതിന്റെ അകത്തുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ, ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ കൃത്യമായി കാണേണ്ടതുണ്ട്. ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ കൃത്യമാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ കേരളത്തിലെ ബാറുകളുടെ എണ്ണം 44 ആയിരുന്നു. ഇപ്പോൾ 1050ഓളം ബാറുകൾ കേരളത്തിലുണ്ട്. ആ ബാറുകളിൽ നിന്ന് കിട്ടേണ്ട ടേൺ ഓവർ ടാക്സ് കൃത്യമായി ഈ സർക്കാർ പിരിച്ചെടുക്കുന്നതിൽ പരാജയപ്പെട്ടു. CAG അക്കൗണ്ടന്റ് ജനറൽ അല്ലെങ്കിൽ CAG കൃത്യമായി നിയമസഭയിൽ വെച്ച കണക്കുകളിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ടേൺ ഓവർ ടാക്സ് ഈ നാട്ടിലെ വൻകിട ഇങ്ങനെയുള്ള ആളുകളുണ്ട്, ബാർ മുതലാളിമാർ, സ്വർണ്ണക്കട മുതലാളിമാർ, ക്വാറി മുതലാളിമാർ തുടങ്ങിയിട്ടുള്ള വൻകിടക്കാര്, അവരിൽ നിന്ന് സർക്കാരിന് കിട്ടേണ്ട പിരിച്ചെടുക്കേണ്ട തുക കൃത്യമായി പിരിച്ചെടുത്താൽ അത് തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുണ്ട്. മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന വിൽപ്പന നികുതി സമ്പ്രദായത്തിൽ നിന്ന് കൃത്യമായി GST മാറി. എന്നിട്ടും ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ GST സ്ട്രക്ചറിലേക്ക് പൂർണ്ണമായി മാറാൻ കഴിയാതെ നിൽക്കുന്ന, ഘടനാപരമായി മാറാൻ കഴിയാതെ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. നമുക്കത് എന്തുകൊണ്ടത് കഴിയുന്നില്ല? അവിടെയാണ് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് സാറ് അദ്ദേഹം 64% എന്നാണ് പറഞ്ഞത്. എനിക്ക് അതിന്റെ കൃത്യമായി നമ്മൾ ഒരു 90% മുകളിൽ ഈ പറയുന്ന ശമ്പളമായും പെൻഷനായും അതുപോലെ കടത്തിന്റെ റീപേയ്മെന്റ്, ഇന്ന് നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഗണ്യമായ ഭാഗം എന്ന് പറയുന്നത് കടത്തിന്റെ, നമ്മൾ ഓൾറെഡി എടുത്തിരിക്കുന്ന കടത്തിന്റെ റീപേയ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ വരുമാനം മുഴുവൻ. അത് കാരണം എന്താ? പുതിയതായി കേരളത്തില് പുതിയതായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് തന്നെ നോക്കുക. നമ്മുടെ ബജറ്റ് അലോക്കേഷന്റെ വെറും 10% താഴെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റിവെച്ചത്. ഒരു മൂലധന ചെലവില്ലാതെ. കാരണം ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ, വികസനം ഉണ്ടാകണമെങ്കിൽ, ഒരു നാടിലേക്ക് വലിയ വികസനത്തിന് കുതിപ്പുണ്ടാകണമെങ്കിൽ അവിടെ കൃത്യമായി തന്നെയുള്ള മൂലധന ചെലവുണ്ടാകണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. അതിൽ ഞാൻ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുക. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോൾ പോലും കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ 52% എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവിടെയാണ് കേരളം എന്ന് പറയുന്നത് 10% താഴെ മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ എങ്ങനെ പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാനായിട്ട് സാധിക്കും? അവിടെയൊക്കെ വളരെ ദയനീയമായി നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും 2 ലക്ഷം കോടിയാണ് കേരളത്തിലെ മുഴുവൻ ബജറ്റ്. അതിന്റെ 20% ആയിട്ടുള്ള 40,000 കോടിയാണ് നമ്മൾ ഓരോ വർഷം കടമെടുക്കുന്നത്. ഇവിടെ ജയിക്ക് പറഞ്ഞു 4,39,000 കേരളത്തിന്റെ കടം എന്ന് പറയുന്നത്. അത് 2 വർഷം മുമ്പുള്ള കടമായിരുന്നു എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കോട്ടെ. 2024 കേരളം 4,19,000 കടമായിരിക്കുന്നത്. ഇപ്പോൾ 2026 അവസാനിക്കുമ്പോൾ 2026 ഏപ്രിൽ അല്ലെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ കേരളത്തിന്റെ പൊതുകടം 5.5 ലക്ഷം കോടിക്ക് മുകളിലേക്ക് ഉയരുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. കിഫ്ബി പോലെയുള്ള സംഭവങ്ങൾ ഞാൻ നടപടിയാണ്, സമയപരിമിതി മൂലമാണ്. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് വാദിക്കുമ്പോൾ തന്നെ കേന്ദ്രം മുമ്പോട്ട് വയ്ക്കുന്ന സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ കണക്കുകൾ മറുഭാഗം ഉയർത്തിക്കാട്ടുന്നു.
എന്നാൽ രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഒരു കാര്യം വ്യക്തമാണ്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ വികസനമാണ് രാജ്യത്തിൻ്റെ കരുത്ത്. വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ കേരളത്തിൻ്റേത് മാത്രമല്ല, ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്. അങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടത്ര പിന്തുണ നൽകാൻ കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്രവിഹിതത്തെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും സംസ്ഥാനവും ബാധ്യസ്ഥരാണ്. ഈ ബഡ്ജറ്റ് കേരളത്തിലെ സാധാരണക്കാരൻ്റെ, കർഷകൻ്റെ, പ്രവാസിയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന ഒന്നാകട്ടെ. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജെയ്ക് സി തോമസ്, പ്രൊഫസർ റോണി കെ ബേബി, ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, ഡോക്ടർ എൻ അജിത് കുമാർ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.